രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നത്. പിണറായി സർക്കാരിന്റെ ഭരണകാലാവധി അവസാനിക്കാറാകുമ്പോൾ അഴിമതി കേസുകളിൽ പ്രതികളായവരെ സംരക്ഷിക്കാൻ ബോധപൂർവമായ നീക്കങ്ങൾ നടക്കുന്നു എന്ന വലിയൊരു അട്ടിമറി നാടകത്തിലേക്കാണ് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഒന്നായാലും പത്തായാലും തങ്ങളുടെ കാലാവധി തീരും മുൻപ് അഴിമതിക്കാരെയും കൊള്ളക്കാരെയും ഓരോരുത്തരായി നിയമത്തിന്റെ പഴുതുകളിലൂടെ പുറത്തിറക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ആക്ഷേപം ശക്തമാണ്. പി ദിവ്യയുടെ കേസിലടക്കം കണ്ടതുപോലെ നിയമത്തെ അട്ടിമറിക്കാനും പ്രതികളെ സംരക്ഷിക്കാനും സർക്കാർ എത്രത്തോളം തുനിഞ്ഞിറങ്ങിയെന്നത് കേരളം കണ്ടതാണ്. ഇനി അടുത്തൊരു ഊഴം ഭരണത്തിൽ കിട്ടില്ല എന്ന് ഏകദേശം ഉറപ്പായ സ്ഥിതിക്ക് പുറത്തായാൽ ഈ കേസുകളെല്ലാം തിരിച്ചടിക്കുമെന്ന ഭയമാണ് സർക്കാരിന്റെയും CPM-ന്റെയും ഈ പരക്കം പാച്ചിലിന് പിന്നിലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ ഇപ്പോൾ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത്. ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതി കേസിൽ ഇതുവരെ 7 പ്രതികളാണ് ജയിലിൽ നിന്നും പുറത്തു വന്നത്. അതിൽ തന്നെ വെറും 2 പേർക്ക് മാത്രമാണ് സാധാരണ ജാമ്യം ലഭിച്ചത്. ബാക്കിയുള്ളവരൊക്കെ കൊടും കുറ്റവാളികളായിട്ടും 90 ദിവസത്തിന് ശേഷം സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ കാരണം മറ്റൊന്നുമല്ല, തലങ്ങും വിലങ്ങും അന്വേഷണം നടത്തിയിട്ടും SIT മനഃപൂർവ്വം കുറ്റപത്രം സമർപ്പിക്കാത്തതാണ്. പിണറായി വിജയനും CPM-ഉം ചേർന്നൊരുക്കിയ ഈ സുരക്ഷിത പാതയിലൂടെയാണ് പ്രതികൾ ഓരോരുത്തരായി പുറത്തേക്ക് നടക്കുന്നത്. ഇതിനെല്ലാം പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ കരുനീക്കം നടക്കുന്നത് കേരളം കാണുന്നുണ്ട്. എന്നാൽ ഈ കള്ളക്കളികൾക്കിടയിലാണ് വമ്പൻ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. സകലരെയും പൂട്ടാനുറച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കളം നിറയുകയാണ്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിനെ കഴിഞ്ഞ ദിവസം നീണ്ട 7 മണിക്കൂറാണ് ED ചോദ്യം ചെയ്തത്. ഇതുവരെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ED ഒരു അറസ്റ്റ് പോലും നടത്തിയിട്ടില്ലല്ലോ എന്ന് CPM-ന് വേണമെങ്കിൽ ആശ്വസിക്കാം. പക്ഷേ ആ ആശ്വാസത്തെ തച്ചുടച്ച് ഉടൻ തന്നെ ED വലിയ അറസ്റ്റുകളിലേക്ക് കടക്കുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംസ്ഥാന ഏജൻസികൾ പൂഴ്ത്തിയ തെളിവുകൾ കേന്ദ്ര ഏജൻസികൾ പുറത്തെടുക്കുമ്പോൾ CPM-ന്റെ നെഞ്ചിടിപ്പേറുമെന്നതിൽ സംശയമില്ല. ഇവിടെയാണ് മറ്റൊരു പ്രധാന നീക്കം നടക്കുന്നത്. ശബരിമല വ്രതത്തിന്റെ കണക്ക് പറയുന്നത് പോലെ കൃത്യം 41-ാം ദിവസം തന്ത്രി സാധാരണ ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് നമ്മൾ കണ്ടതാണ്. തന്ത്രിക്കെതിരെ എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞോ എന്ന ചോദ്യത്തിനു മുന്നിൽ ഒന്നുമില്ല എന്ന് തല കുനിച്ച് സമ്മതിക്കേണ്ടി വന്ന നാണം കെട്ട അന്വേഷണ സംഘത്തെയാണ് കേരളം കണ്ടത്. അതിന് പിന്നാലെയാണ് അദ്ദേഹം ജാമ്യത്തിലിറങ്ങിയത്. എന്നാൽ ഇതിനു ശേഷമാണ് ED തന്ത്രിയെ വിളിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹത്തെ വിളിപ്പിച്ചത് ഒരു കുറ്റവാളിയായിട്ടല്ല, മറിച്ച് സാക്ഷിയായിട്ടാണ്. നടൻ ജയറാമിനെ വിളിപ്പിച്ചതുപോലെ ഒരു സാക്ഷിയായി തന്ത്രിയെ EDക്ക് മുന്നിലെത്തിക്കുമ്പോൾ അത് സർക്കാരിനും CPM-നും കനത്ത പ്രഹരമാകും. തന്ത്രി നൽകുന്ന മൊഴിയിൽ ദേവസ്വം ബോർഡിലെ ഉന്നതരും CPM നേതാക്കളും എങ്ങനെയൊക്കെ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളായി എന്നത് വ്യക്തമാകും എന്നുറപ്പാണ്. ഈ മൊഴികൾ പല പ്രമുഖരെയും കൊടുക്കും. പിണറായി വിജയൻ എത്രയൊക്കെ ശ്രമിച്ചാലും EDയുടെ ഈ നീക്കം CPM-നും മുഖ്യമന്ത്രിക്കും കനത്ത തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്.